നമസ്കാരം. ഞാനേ കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത, അതായത് സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കാരണം ഇവിടെയുള്ള സാധാരണ ആളുകൾക്ക് ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വീട് പണിയാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആയിട്ടുള്ള ലോൺ കിട്ടുന്നില്ല, ചെറിയ രീതിയിലുള്ള ഒരു അടവ് വന്നാൽ പോലും അത് വലിയ രീതിയിൽ അവരെ ബാധിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും സുജയ പാർവതിയും അല്ലെങ്കിൽ അതുപോലുള്ള അവരുടെ ആൻഡ്രോ വെസ്റ്റും പോലുള്ള ആളുകളെല്ലാം കൂടി ചർച്ച ചെയ്യുന്നതും നമ്മൾ ന്യൂസിൽ കാണേണ്ടായി. അപ്പൊ അതിനെ കുറിച്ചൊരു ചെറിയൊരു അഭിപ്രായം എനിക്കറിയുന്ന രീതിയിൽ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വന്നതാണ്. ആക്ച്വലി സിബിൽ സ്കോർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഏജൻസി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുള്ള അവരുടെ ഒരു ഏജൻസി നടത്തുന്ന ഒരു സർവേ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികളുടെ ഈ സിബിൽ സ്കോർ തീരുമാനിക്കുന്നത്, അതായത് ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ഒരു ബാങ്കിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലൂടെ EMI വഴി എന്തെങ്കിലും വസ്തുക്കൾ, അതായത് ഇപ്പൊ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നു, ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കാർ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ബൈക്ക് മേടിക്കുന്നു, അതിനൊരു ലോൺ എടുക്കുന്നു, ഹൗസിംഗ് ലോൺ എടുക്കുന്നു. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് കറക്റ്റ് സമയത്ത് നിങ്ങൾ പേ ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലോണുകൾ കൃത്യം സമയത്ത് നിങ്ങൾ പേ ചെയ്യുന്ന ആളാണോ, ഇതെല്ലാം നോക്കുന്ന ഒരു ഏജൻസിയാണ് ഈ സിബിൽ എന്ന് പറയുന്നത്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ 3 ഏജൻസികളുണ്ട്. പക്ഷെ അതത്ര കൂടുതലും ഇവിടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇവരുടെ ഇൻഫർമേഷനാണ് കൂടുതൽ ആധികാരികമായിട്ട് അവർ നോക്കുന്നത്. നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് അതിന്റെ EMI നിങ്ങൾ അടച്ചില്ലെങ്കിൽ, അതൊരു 3ഓ 4ഓ തവണയൊക്കെ വീഴ്ച വരുത്തിയാണെങ്കിൽ ഈ ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളോ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളുടെ പണം നിങ്ങൾ ലോൺ എടുത്തിട്ടില്ലെങ്കിൽ അവർ ഈ 3 തവണ അല്ലെങ്കിൽ 4 തവണ നിങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സിബിലിനെ അവർ ഇൻഫോം ചെയ്യും. ഇതെല്ലാം നമ്മുടെ പാൻ കാർഡും അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സിബിലിനെ നിങ്ങൾക്ക് അവർ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിബിൽ സ്കോറിൽ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത്തരം അവസ്ഥയിൽ നിങ്ങൾ പിന്നീട് ഒരു ലോണിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലോൺ കിട്ടില്ല. കാരണം നിങ്ങൾ കടം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാത്ത ഒരു ആളാണ് എന്നാണ് ഈ സിബിൽ ക്രെഡിറ്റ് ഏജൻസി തീരുമാനിക്കുന്നത്. അതൊരു വ്യക്തി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. ഇത് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടെ റിസർച്ച് വന്നിട്ടും അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് 300 മുതൽ 900 വരെ ഉള്ളൊരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ 300 മുതൽ 500 വരെയുള്ള പോയിന്റുള്ള ആളുകൾ, 300 മുതൽ 450 വരെ പോയിന്റുള്ള ആളുകൾ വളരെ മോശപ്പെട്ട ലിസ്റ്റിലിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ലോൺ കിട്ടില്ല. ഒരു 450 മുതൽ 550 വരെയുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കാം. അത് ബാങ്കിലെ മാനേജർക്ക് അല്ലെങ്കിൽ അവരുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിന് തീരുമാനിച്ചിട്ട് ലോൺ കൊടുക്കാം. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അതിന് മുകളിൽ വരുന്ന ഒരു 650 മുതൽ 750 വരെ വരുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആളുകളാണ്. അതായത് അവര് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതൊക്കെ അടച്ചു പോകുന്ന, കൃത്യമായിട്ട് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോകുന്ന ആളുകളാണ് അവരുടെ കാഴ്ചപ്പാടിൽ. അതിന് മുകളിൽ 750 മുതൽ 900 വരെ വരുന്ന ആളുകളുണ്ട്. അവർ എക്സലന്റ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം അവർ ലോൺ എടുത്തു കഴിഞ്ഞാൽ ബിഫോർ ടൈം തന്നെ അത് ക്ലോസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആളുകളാണ്. അപ്പൊ എപ്പോഴും നാഷണലൈസ്ഡ് ബാങ്കുകളാണെങ്കിലും ഷെഡ്യൂൾ ബാങ്കുകളാണെങ്കിലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് അവർ ലോൺ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ബ്ലൈഡ് കമ്പനി എന്ന് പറയുന്ന രീതിയിലുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവരിതൊന്നും നോക്കില്ല. അവര് നമുക്കൊരു ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂവിന്റെ ഒരു 50% നിങ്ങൾക്ക് ലോൺ തരും. നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും അവരുടെ വിഷയമില്ല. അവർ പിന്നീട് അത് ഗുണ്ടായിസ് നടത്തി മേടിക്കാൻ വരും. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ കൃത്യമായിട്ട് സിബിൽ സ്കോർ നോക്കി ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകൾ ഒരു കാരണവശാലും ഈ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ ആളുകൾക്ക് ലോൺ കൊടുക്കില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യമാണ്. അത് എടുത്ത് മാറ്റാൻ പറ്റില്ല. മാറ്റി കഴിഞ്ഞാൽ എല്ലാവരും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചടയ്ക്കാത്ത ആളാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ആധാർ കാർഡ് ഇതെല്ലാം എല്ലാമായിട്ട് ലിങ്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും സിബിൽ സ്കോറിൽ ഇപ്പോൾ പുതിയ ജനറേഷനിലുള്ള ആളുകൾക്ക് സിബിൽ സ്കോർ വീഴ്ച വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും കാണുന്നത്
അതായത് അവര് ഈ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലെ ഗാഡ്ജറ്റുകൾ, വില കൂടിയ സാധനങ്ങളൊക്കെ ഓൺലൈനിലൂടെ ബൈ ചെയ്യും. ഇത് ബൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും EMI മേടിക്കുക. ഇങ്ങനെ EMI മേടിച്ച് അത് കൃത്യമായിട്ട് EMI അടയ്ക്കാതെ ആവുമ്പോൾ, അത് ഇവിടുത്തെ വലിയ ഫൈനാൻസിങ് സ്ഥാപനങ്ങളിലാണ് ഈ EMI കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കടം തിരിച്ചടയ്ക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് സിബിൽ സ്കോറിലേക്ക് പോകും. നിങ്ങൾക്ക് പിന്നീട് ഒരു ലോൺ കിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടായി അവരുടെ മക്കൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ പോകുമ്പോൾ പാരന്റ്സിന്റെ സിബിൽ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പ്രശ്നം വരും. ഇത് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് ലോൺ കൊടുക്കാൻ എപ്പോഴും തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ഒരാളാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ബാങ്കിൽ ലോൺ കൊടുക്കാൻ പറ്റില്ല. കാരണം ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പണം, അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ എനിക്ക് തരുന്ന പണം സ്വാഭാവികമായിട്ടും അവിടെ വരുന്നൊരു വേറൊരു ഇൻഡിവിജ്വൽ, ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ്. ആ ഡെപ്പോസിറ്റിന് ബാങ്കിന് തിരിച്ചൊരു ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് 7% അല്ലെങ്കിൽ 8% വെച്ച് അവർ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ബാങ്കിന് അവിടെയുള്ള അവരുടെ ഡെപ്പോസിറ്റേഴ്സിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ സിബിൽ സ്കോറും കാര്യങ്ങളും ഇവിടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം ഇതിലും കൂടുതൽ മോശമാവും. കാരണം ആവശ്യത്തിലും കൂടുതൽ ആൾക്കാർ ലോൺ എടുത്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ പലതും വരുന്നത്. AC മേടിക്കാൻ ലോൺ എടുക്കുന്നു, കാറ് മേടിക്കാൻ ലോൺ എടുക്കുന്നു, ബൈക്ക് മേടിക്കാൻ ലോൺ എടുക്കുന്നു, എന്തിനും മൊബൈല് ഐഫോണും അല്ലെങ്കിൽ അതുപോലുള്ള സാംസങ് S25 അൾട്ര ഇതുപോലുള്ള മൊബൈലുകൾ മേടിക്കുന്നു EMI വെച്ചിട്ട്. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല, സാധാരണ ഒരു മൊബൈൽ മതി. ഇവിടെ നിങ്ങളൊരു നോർമലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ എൻ്റെ ഒരു മൊബൈൽ ഫോണാണ്. ഇതൊരു 10,000-12,000 രൂപ വരുന്നതാണ്. എനിക്ക് എന്റെ ആവശ്യങ്ങളെല്ലാം ഇതിലൂടെ നടന്നു പോകും. ഇതുപോലൊരു മൊബൈൽ നിങ്ങൾക്ക് മതി. അപ്പൊ നമ്മൾ ഐഫോൺ മേടിക്കുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ഇന്ന് 10,000 രൂപയുടെ മുകളിൽ ബില്ല് വന്നു കഴിഞ്ഞാൽ EMI അവിടെ ഇത് കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ EMI ആയിട്ട് അടച്ചാൽ മതി. ഇത് 10,000 രൂപയുടെ മുകളിൽ ബില്ലാണ്. പക്ഷെ അതിനെല്ലാം ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 18% മുതൽ 24%, 32% വരെ ഇൻട്രസ്റ്റ് വരും ഈ പല പേഴ്സണൽ ലോണുകളുടെ. 12% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 1,00,000 രൂപ ഒരു കൊല്ലം ഇൻട്രസ്റ്റ് വരും. ഇവിടെ 18%, 24% പല ഈ EMI നിങ്ങൾ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ വരുന്നത്. 24% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ നിങ്ങളൊരു 1,00,000 മാസം 2,000 രൂപ, മാസം 2,000 രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഒരു കൊല്ലം 24,000 രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഒരു കാരണവശാലും അതൊരു സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല. കഴിയാവുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ലോൺ മേടിക്കാതെ നമ്മുടെ കാര്യങ്ങളിൽ ചുരുങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മുടെ എങ്ങനെയെങ്കിലും പണം സ്വരൂപിക്കാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് കാശിന് അത്യാവശ്യമായി നിൽക്കുമ്പോൾ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ ഒന്നും നോക്കില്ല, അത് മേടിക്കും. പിന്നെ തിരിച്ചടയ്ക്കാതെയോ ആളുകൾ ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു 2-3 അടവോ ബാലൻസ് വെച്ചിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരാള് കമ്പനിയുടെ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ആള് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ എന്താ വെച്ചാൽ കേസ് കൊടുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇങ്ങനെ രീതിയിൽ സംസാരിക്കും. നമ്മുടെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ ആത്മരോഷം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഈ ബാങ്കോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമോ ഒരു കാരണവശാലും അവർ പെട്ടെന്ന് കോടതിയിലൊന്നും പോവില്ല. ഈ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ ചിലപ്പോൾ 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ അടയ്ക്കേണ്ടാവുക അവർ നേരത്തെ സിബിലിന് റിപ്പോർട്ട് ചെയ്യും. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ അത് മുഴുവൻ വന്നു. നാളെ നിങ്ങൾ വേറൊരു ബാങ്കിൽ പോയി നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. നിങ്ങൾ 1,00,000 രൂപ ലോൺ എടുത്തു അല്ലെങ്കിൽ 10,00,000 രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ലോണാണ് എന്നുള്ള ചിന്ത വേണം. അത് തിരിച്ചടയ്ക്കണം, അത് കടമാണ്. അത് നിങ്ങൾ ആ അഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ ചെലവ് കാര്യങ്ങൾ ചുരുക്കാൻ ശ്രമിക്കുക. നമ്മൾ പലതും നമുക്ക് ഓൺലൈനിലൂടെ മേടിക്കാം. കാരണം എന്താ വെച്ചാൽ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമ്മൾ കറൻസി ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ വില നമ്മുടെ കയ്യിൽ നിന്ന് പോണ പണത്തിന്റെ ഒരു മൂല്യം നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിത് പണ്ട് കാലത്ത് നമ്മൾ കാശല്ല എണ്ണി കൊടുക്കുക ചെയ്യുക കടകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ. അപ്പൊ നമ്മൾ ഇത്ര കാശ് കൊടുത്തു എന്നുള്ളത് നമുക്കൊരു ഉള്ളിൽ തോന്നലുണ്ടാവും. മറ്റേത് അതില്ല, അത് ഡിജിറ്റലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിയാവുന്നതും എല്ലാവരോടും പറയാനുള്ളത് അത്യാവശ്യത്തിന് മാത്രം, കാരണം ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ് പല സ്ഥലങ്ങളിലും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് മാത്രം ലോൺ എടുക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ മേടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാനും EMI എടുക്കാനും പോവാതിരിക്കുക. അതിന്റെ ഒരു EMI നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വരും. ഇത് തന്നെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ നടക്കുന്നത്. അപ്പൊ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ 20,000, 10,000, 30,000 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ലോൺ
തരുന്നു. ആളുകൾക്ക് ഇൻഡിവിജ്വലായിട്ട് ആളുകൾക്ക് ലോൺ കിട്ടും. ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിന്റെ ഒരു 10 ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ അടയ്ക്കും, അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് പറയും നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തു, ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറയും. അവരിത് സിബിൽ സ്കോറിൽ സിബിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ പേര് അവിടെ വന്നു, നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വന്നു, നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, വേറെ എവിടെ ലോൺ കിട്ടില്ല. ഇതാണ് നടക്കുന്നത്. അല്ലാതെ ഇതൊരു കാരണവശാലും ഈ സിബിൽ നിർത്തുക എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, അത് ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിനാണെങ്കിലും ഇവിടുത്തെ ബാങ്കുകൾക്കാണെങ്കിലും വലിയ രീതിയിൽ അത് ബാധിക്കും. ആദ്യം തന്നെ പോയിട്ട് അവിടുന്ന് പേഴ്സണൽ ലോൺ കിട്ടുന്ന ഒരാൾ വന്ന് പറഞ്ഞാൽ ഉടനടി അതിൽ ഒപ്പിട്ട് കൊടുത്ത് നിങ്ങളുടെ ആധാരം കൊണ്ടുപോയി പണയം വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എന്താ പറയുക, 25 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ 15 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാം. 25 ലക്ഷം രൂപ കയ്യിലുള്ളപ്പോൾ 50 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാന്ന് കഴിഞ്ഞാൽ അതിന്റെ EMI അടയ്ക്കണം. സ്കോർ എന്ന് പറയുന്ന സാധനത്തിന് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ ചർച്ച ചെയ്തിട്ട് അതിനെ നിർത്തലാക്കാനുള്ളത് നടക്കില്ല. പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് ന്യൂസ് വാല്യൂ കിട്ടാനും കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയാണ് അതിന്. കാരണം ഇതിനടിയിൽ മുഴുവൻ ഇവരുടെ വീഡിയോസിനടിയിൽ മുഴുവൻ കണ്ടു ആളുകൾ ഇത് സിബിൽ സ്കോർ നിർത്തണം, സിബിൽ പാടില്ല, ഇവിടെ എല്ലാവർക്കും സാധാരണക്കാർക്ക് മുഴുവൻ ലോൺ കൊടുക്കണം. ഞാനും സാധാരണക്കാരനാണ്, ഞാനും ലോൺ എടുത്തിട്ടുണ്ട്, പക്ഷെ അടച്ചു പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്, കൃത്യമായിട്ടും ക്രെഡിറ്റ് കാർഡ് അടയ്ക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിന്റെ ഡേറ്റിന് കൃത്യമായി നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാറിയാൽ മതി, നിങ്ങളുടെ സിബിൽ സ്കോർ താഴെ പോകും. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിനനുസരിച്ച് അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അങ്ങനെ പോയി അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാമ്പത്തിക അച്ചടക്കം എന്നുള്ള സാധനം ഉണ്ടാവണം. അത് വലിയ രീതിയിൽ ഇവിടെ മലയാളികളിൽ ഇല്ല. അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. അല്ലാതെ സിബിൽ സ്കോർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ ഇതിനിടയിൽ തെറി വിളിക്കാൻ ഇപ്പോൾ ആൾക്കാരുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.